93 രൂപയുടെ കടം 50 കൊല്ലത്തിന് ശേഷം വീട്ടിൽ ഒരു മനുഷ്യൻ്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞു. ആ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. മലപ്പുറം വെളിമുക്ക് സ്വദേശി CP അബ്ദുള്ളയാണ് 800 കിലോമീറ്റർ താണ്ടി ആന്ധ്രാപ്രദേശിലെത്തി തൻ്റെ പഴയ കടം വീട്ടിയിട്ട് മടങ്ങിയത്. ഇപ്പോൾ സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നുവെന്നാണ് അബ്ദുള്ള പറയുന്നത്. എന്തൊരാശ്വാസം. 50 വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുള്ള ആന്ധ്രാപ്രദേശിൽ ഹോട്ടൽ നടത്തിയിരുന്നു. അക്കാലത്ത് പലചരക്ക് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയ വകയിൽ 93 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അബ്ദുള്ള ഹോട്ടൽ വ്യാപാരം നിർത്തി ഇപ്പോൾ മറ്റൊരു മേഖലയിലാണ്. അന്നത്തെ ബുദ്ധിമുട്ട് കാരണം കടം തീർക്കാൻ കഴിഞ്ഞില്ല. 93 രൂപയുടെ ഭാരം പേറിയാണ് അബ്ദുള്ള ഇത്ര കാലം ജീവിച്ചത്. ഇക്കാലയളവിനിടെ പണം കൊടുത്തയാളെ കണ്ടെത്താൻ നിരവധി പേരെ ചുമതലപ്പെടുത്തി. എങ്കിലും നടന്നില്ല. ഒടുവിൽ കടം വീട്ടാനായി കിലോമീറ്റർ താണ്ടി അബ്ദുള്ള ആന്ധ്രയിലെത്തി. കടം വന്നാൽ അത് കൊടുക്കാനും ചെയ്യുന്നത് തൽക്കാലം കടം വാങ്ങും, പിന്നെ കൊടുക്കുകയും ചെയ്യും. പിന്നെ തൽക്കാലം ഹോട്ടലങ്ങ് ഹോട്ടലിൽ പൂട്ടിയപ്പോൾ ഇത് കൊടുക്കണം ഇല്ലാത്ത അവസ്ഥയിൽ വന്നു. അപ്പം ചെയ്തതാണ്. 16.5 കിലോൻ്റെ ഡാൽഡ വാങ്ങിയത്. അത് 93 രൂപയിൽ വിലയുള്ളൂ. അത് ശരിക്കും ഓർമ്മ ഉണ്ട്. അപ്പം ഇന്നത്തെ മൂല്യം എത്രയെന്ന് 2000 അടുത്തെന്തോ വരുന്നുണ്ട്. കൂടുതൽ കൊടുത്തിട്ട് നമ്മൾ അവസാനിപ്പിച്ചു. വാങ്ങാൻ കൂട്ടിച്ചില്ല. വേണ്ട, ഞങ്ങൾക്ക് വന്ന വലിയ സന്തോഷമുണ്ടെന്നൊക്കെ പറയും. പക്ഷേ അവർ ഞങ്ങൾ ഇതിനായിട്ട് വന്നാൽ അതുകൊണ്ട് എന്തായാലും വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങനെ വാങ്ങി. ഇബ്രാഹിം മിയ എന്ന ആൾക്കാണ് പണം കൊടുക്കാനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മക്കൾ മരിച്ചിരുന്നു. ഒടുവിൽ പേരമക്കളെ കണ്ടെത്തിയാണ് 93 രൂപയ്ക്ക് തുല്യമായ തുക നൽകിയത്. കഷ്ടപ്പാടിനിടയിൽ കൊടുക്കാൻ കഴിയാതെ പോയ ആ ചെറിയ കടം അബ്ദുള്ളയ്ക്ക് ഉറക്കം കെടുത്തുന്ന വലിയ കടമായി മാറിയിരുന്നുവെന്ന് ഭാര്യ പറയുന്നു. പറയലുണ്ട്, ഇങ്ങനെ കുറച്ച് കൊടുക്കാനുണ്ട്, അധികമൊന്നുമില്ല, എങ്ങനെ അത് കൊടുത്ത് വീട്ടുക അക്കാര്യം ഇടയ്ക്കിടയ്ക്ക് തന്നെ പറയും. പിന്നെ എന്തെങ്കിലും ഒരു സുഖമില്ലാതാവുമ്പോൾ കൂടുതൽ ബസ്സിലിട്ടാവേ. 50 വർഷത്തെ ഭാരം ഇറക്കി വെച്ചതോടെ മുഖത്ത് തെളിഞ്ഞ ആ പുഞ്ചിരി പണത്തേക്കാൾ എത്രയോ വലുതാണെന്ന് അബ്ദുള്ള പറയുന്നു. സമീർ ബിൻ കരീം, 24, തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.